സ്മാർട്ട് റോഡിൻ്റെ പേരിൽ സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർ തമ്മിൽ ഇപ്പോൾ കടുത്ത ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത തന്നെ ആണ് ഇന്ന് പ്രധാന വാർത്തയായി വരുന്നത്. സംസ്ഥാനത്തെ സ്മാർട്ട് റോഡിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത. സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ പതിപ്പിച്ചതിൽ എതിരഭിപ്രായവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ഉദ്ഘാടന പോസ്റ്ററുകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ എം പി രാജേഷ് മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചു. ഭിന്നതയെ തുടർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് എന്നാണ് സൂചന. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡുദാസ്, സ്മാർട്ട് റോഡിൻ്റെ പേരിൽ എന്തായാലും അത് കേന്ദ്ര പദ്ധതിയാണ്, സംസ്ഥാനം അത് അടിച്ചെടുക്കുന്നു, അത് മറ്റൊരു കാര്യം. പക്ഷേ സംസ്ഥാനത്തെ മന്ത്രിമാരും ഇക്കാര്യത്തിൽ ചക്കളത്തി പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. അച്ഛനും മരുമകനും മാത്രം മതി, തദ്ദേശ മന്ത്രി പുറത്ത്. അതായത് മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും, ടൂറിസം മന്ത്രി അല്ലെങ്കിൽ PWD മന്ത്രി മുഹമ്മദ് റിയാസും മാത്രം പോസ്റ്ററിൽ. തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ഔട്ട്. എം പി രാജേഷ് പ്രതിഷേധിച്ചു. എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഈ അതൃപ്തി കാരണമാണ് എന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ ടിൻഡുദാസ്. വിനോദ്, 4 ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഹമ്മദ് റിയാസും കൂടി ചേർന്നുകൊണ്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലെ സ്മാർട്ട് റോഡുകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന പരിപാടി അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്താനിരുന്നത്. ആ പരിപാടിയിലാണ് മുഖ്യമന്ത്രി ജലദോഷം എന്ന കാരണം ചൂണ്ടിക്കാട്ടി പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത്. അവസാനം തിരുവനന്തപുരം മാനവീയം വീതിയിൽ സംഘടിപ്പിച്ച പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. 4 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത പുറത്തു വരികയും ഈ ഭിന്നത കാരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുമരാമത്ത് വകുപ്പ് മാത്രമല്ല ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നത് എന്നതാണ്. 50% കേന്ദ്ര സഹായത്തോടു കൂടി, കേന്ദ്രത്തിന്റെ ഫണ്ടിന്റെ സഹായത്തോടു കൂടി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് റോഡ് പദ്ധതി അല്ലെങ്കിൽ സ്മാർട്ട് പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെതാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത മുഖ്യമന്ത്രി കാണാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉദ്ഘാടന പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 50% കേന്ദ്ര ഫണ്ട് വരുന്നത് തദ്ദേശ വികസന വകുപ്പിലൂടെയാണ്. ഈ ഫണ്ട് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുകയും പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡുകൾ തയ്യാറാക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത് സർക്കാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള റോഡ് ട്രാൻസ്പോർട്ട് ഫണ്ട് വികസന കോർപ്പറേഷനിലാണ് ഈ തുക വരുന്നത്. അതായത് തദ്ദേശ വകുപ്പിന് കീഴിലാണ് ഈ തുക വരുന്നത്. ഈ തുക തദ്ദേശ വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നത്. അതിനുശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ തുക ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ചിത്രം മാത്രമാണ് പോസ്റ്ററുകളിൽ ഉയർന്നത് എന്നൊരു പരാതിയായിരുന്നു ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും ഫോട്ടോ മാത്രം പതിപ്പിച്ചുകൊണ്ട് വികസന പോസ്റ്ററുകൾ അടിച്ചിറക്കിയതും വികസന പോസ്റ്ററുകൾ പതിപ്പിച്ചതിലുമാണ് വലിയ രീതിയിലുള്ള ഭിന്നത ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് മന്ത്രി എം പി രാജേഷ് അന്നേ ദിവസം തന്നെ അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പരാതി ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ പരാതി കേട്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജില്ലയിലെ ടൂറിസം മേഖലയിലെയും പൊതുമരാമത്ത് മേഖലയിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ MLA കടകംപള്ളിയുമായിട്ട് വലിയ രീതിയിലുള്ളൊരു ഭിന്നതയും തർക്കവും ഒക്കെ മന്ത്രി മുഹമ്മദ് റിയാസിന് നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട സ്മാർട്ട് റോഡുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കടകംപള്ളി നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടകംപള്ളി മന്ത്രിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടകംപള്ളി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും പങ്കെടുക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വാദവുമൊക്കെ മുഹമ്മദ് റിയാസ് ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ വരാത്തതിലും MLA-മാരെ മറ്റും ഒഴിവാക്കിയതിലും അതോടൊപ്പം തന്നെ മന്ത്രിയെ ഒഴിവാക്കിയതിലും ഒക്കെയാണ് ഇപ്പോൾ അഭിപ്രായ ഭിന്നത വന്നിട്ടുള്ളത്. മന്ത്രി എം പി രാജേഷ് ഈ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കേന്ദ്ര പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെതാക്കി മാറ്റിക്കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെതായി മാറ്റുന്ന സമയത്ത് മന്ത്രിമാർക്കിടയിലെ ഭിന്നത മുഖ്യമന്ത്രി കാണാതെ പോവുകയാണ്. ഇതിൽ മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള മറുപടി നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം സമീപകാലത്തായിട്ട് പല വികസന പരിപാടികളിലും പോസ്റ്ററുകൾ പതിച്ചിറക്കുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെ ചിത്രങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തു വരുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് പ്രത്യക്ഷമായി
കൃത്യമായി പറയുന്ന ഒരു ഘട്ടമുണ്ടായില്ല. അവസാനമായിട്ടാണ് ഈ സ്മാർട്ട് റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി നേരിട്ട് ഈ കാര്യങ്ങൾ പറയേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും മന്ത്രിസഭയിലെ ഭിന്നത പുറത്തു വന്നു തുടങ്ങിയിരിക്കുകയാണ് വിനോദ്. അതെ, മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാരിന് നേരത്തെ ടിൻഡുദാസ് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കൂടിയാണ്. 50% പണം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. മാന്യതയുണ്ടെങ്കിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി, ഏറ്റവും കുറഞ്ഞത് നിതിൻ ഗഡ്കരിയുടെ എങ്കിലും, പ്രധാനമന്ത്രിയുടെ ചിത്രമില്ല എങ്കിൽ പോലും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ചിത്രം കൂടി ആ പോസ്റ്ററുകൾ വേണം. കാരണം 50% പണം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുണ്ട്, മരുമകനായിട്ടുള്ള മന്ത്രിയുടെ ചിത്രം. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഈ സ്ഥലമെടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുവെങ്കിലും തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷിനെ ആ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ ഇത് ഒരു കുടുംബകാര്യം പോലെ കൊണ്ട് നടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വികസനമെല്ലാം മുഖ്യമന്ത്രിയും മരുമകനും മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്നുള്ളൊരു ചിത്രം കൊടുക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ MP രാജേഷ് ഇക്കാര്യത്തിൽ കടുത്ത ഭിന്നത അറിയിച്ചതും ആ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നതും. ടിൻഡുദാസ്, തീർച്ചയായിട്ടും ഈ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടിക്കകത്ത്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് ഭിന്നത വന്നിട്ടുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ പരിപാടി സംഘടിപ്പിച്ച ദിവസം മുഖ്യമന്ത്രി 3 പരിപാടികൾ പങ്കെടുത്തിരുന്നു. രാവിലെ 9:30 ഒരു പരിപാടി, ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് NCC കേഡറ്റുമാല ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി, അതിനുശേഷമാണ് ഈ 4:30 മാനവീയം വീതിയിൽ സംഘടിപ്പിച്ചിരുന്ന പരിപാടി. അപ്പോൾ ഈ പരിപാടിയൊക്കെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഷെഡ്യൂൾ ചെയ്യുകയും അതിലെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു എതിർപ്പ് വന്നതിന് ശേഷം, ഈ ഒരു അഭിപ്രായ ഭിന്നത വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആ ഒരു സഭയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സദസ്സിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പ്രത്യക്ഷമായിട്ട് എതിർപ്പുകളൊന്നും അറിയണ്ട എന്നുള്ള തരത്തിലായിരുന്നു മുഖ്യമന്ത്രി മാറി നിന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇതൊരു അഭിപ്രായം പറയാനോ വ്യക്തമായിട്ട് നിലപാട് സ്വീകരിക്കാനോ കഴിയുന്ന, നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇനി മരുമകനും മുഖ്യമന്ത്രി മാത്രം തീരുമാനിച്ചാലേ സംസ്ഥാനത്ത് വികസന കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളതിന് ചിത്രം പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ചിത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇതിന് ഈ ഉള്ളിലെ ഭിന്നതകളൊക്കെ പുറത്തു വരുന്നത്. അഭിപ്രായ ഭിന്നതകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കം മന്ത്രിക്കും വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ നിലനിന്നതായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊന്നും പുറത്തേക്ക് വരാനായിട്ട് പരമാവധി ശ്രമിച്ചില്ല. മന്ത്രി MP രാജേഷാണ് അവസാനമായിട്ട് ഇത്തരത്തിലൊരു എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. MP രാജേഷിന്റെ ചിത്രം പതിക്കാത്തതിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയാണ് വരുന്നത്. നഗരസഭകളും കോർപ്പറേഷനുകളൊക്കെ തദ്ദേശ വകുപ്പിന് കീഴിൽ വരുന്നതാണ്. നഗരസഭയുടെ വികസന പ്രവർത്തനം, നഗരസഭ കൂടി ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റോഡ് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു പദ്ധതി. ആ പദ്ധതി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ മന്ത്രിസഭയ്ക്കിടയിലും ഈ തർക്കങ്ങളൊന്നും മുഖ്യമന്ത്രിക്ക് കാണാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഇതിൽ അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നിരുന്നാലും 14 ജില്ലകളിലെയും സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന പരിപാടി അന്ന് മുഹമ്മദ് റിയാസ് നിർവഹിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി മാറി നിന്നിട്ട് മുഹമ്മദ് റിയാസ് ആ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട രീതിയിൽ വലിയ രീതിയിലുള്ള വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. ഔദ്യോഗികമായിട്ട് ഇതുവരെ അതിലാരും പ്രതികരണം നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതെ, സംസ്ഥാനത്ത് സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങിൽ മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രി, മരുമകനായിട്ടുള്ള PWD വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ ചിത്രം മാത്രം പതിച്ചിരിക്കുന്നു. പക്ഷേ ഈ റോഡുകൾക്ക് വേണ്ടി സ്ഥലം ഏറ്റുകൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷിൻ്റെ ചിത്രം ആ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കി. ഈ വിഷയം MP രാജേഷ് മുഖ്യമന്ത്രി അറിയിച്ചതിനെ തുടർന്നാണ് ഈ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി 50% സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും കേന്ദ്രമന്ത്രിമാരുടെ ചിത്രങ്ങളൊന്നും വെക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി അടിച്ചുമാറ്റുന്നത്. അപ്പോഴാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ തമ്മിലുള്ള ഈ പോരാട്ടം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ്.